ബംഗളൂരു കൊഗുലുവിലെ ഫക്കീർ കോളനിയിലും വസീം ലേഔട്ടിലും വഴിയാധാരമായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം ഒരു മാസം പിന്നിടുമ്പോഴും നടപ്പായിട്ടില്ല. ഡിസംബർ 20 പുലർച്ചെയാണ് പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിലേക്ക് ബുൾഡോസർ ഇടിച്ചു കയറ്റിയത്. പുതുവത്സര ദിനം മുതൽ ഇവർക്ക് വീടുകൾ നൽകിത്തുടങ്ങുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ബൈപ്പനഹള്ളിയിലെ സർവേ നമ്പർ 23 ഫ്ളാറ്റുകളാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരുന്നത്. എത്ര കുടുംബങ്ങളെയാണ് കുടിയിറക്കിയതെന്നോ അവർ ഏത് ദേശക്കാരാണെന്നോ കൃത്യമായ വിവരം ശേഖരിക്കാൻ ഇപ്പോഴും സർക്കാരിന് സാധിച്ചിട്ടില്ല. 37 കുടുംബങ്ങൾക്കാണ് വീടുകൾ നൽകുകയെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടെന്നാണ് വിവരം. കുടിയിറക്കപ്പെട്ടവരിൽ നിന്ന് 5 ലക്ഷം രൂപ കൈപ്പറ്റി ഫ്ളാറ്റ് നൽകാനായിരുന്നു ആദ്യ തീരുമാനം. 11.8 ലക്ഷത്തോളം വില വരുന്ന ഫ്ളാറ്റ് വിവിധ സബ്സിഡികൾ കഴിച്ചാണ് 5 ലക്ഷം രൂപക്ക് നൽകാൻ ധാരണയായത്. എന്നാൽ നിർധനരായ മനുഷ്യർക്ക് ഇത് അസാധ്യമായതിനാൽ തീരുമാനം വിവാദമായി. റവന്യൂ വകുപ്പ്, ഗ്രേറ്റ് ബംഗളൂരു അതോറിറ്റി, ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവർ നടത്തിയ സർവേയിലാണ് 37 കുടുംബങ്ങൾ മാത്രമാണെന്ന് കണക്കാക്കിയത്. മറ്റുള്ളവർ ഹൈദരാബാദിൽ നിന്നും ആന്ധ്രാപ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയവരാണെന്നാണ് പറയുന്നത്. ഇതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ബംഗളൂരുവിൽ നിന്നുള്ളവരെ മാത്രമാണ് പരിഗണിക്കുകയെന്നാണ് സർക്കാർ അറിയിച്ചത്. അനധികൃതമായി നിർമ്മിച്ച ഷെഡുകളിൽ താമസിച്ചിരുന്നവരും യോഗ്യരായ ആളുകളെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കാൻ BBMP ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടികൾ നീളുകയാണ്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് ബുൾഡോസർ രാജ് രാഷ്ട്രീയ വിവാദമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയക്കുകയും ചെയ്തതോടെ വിവാദം കത്തിപ്പടരുകയായിരുന്നു.